നേര്യമംഗലം വനത്തിലൂടെ നമ്മൾ പോരുമ്പോൾ ഇടതുവശത്ത് സീറ്റിലിരിക്കണം ബസ്സിൽ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ഇടതുവശത്ത് വൻ ഗർത്തങ്ങളും വലിയ കൊക്കകളും ഒക്കെ തന്നെയാണ്. ഒരുപക്ഷെ വലതുവശത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിപ്പോകുമായിരിക്കും. ഇടതുവശത്തിരുന്നാൽ ഉറങ്ങിപ്പോവുകയില്ല. കാരണം ഈ ഗർത്തങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ആഴം ഒക്കെ മനസ്സിലാക്കിയത്. പല ദുരന്തങ്ങളും സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് ബസ് അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു വഴി തന്നെയാണ് നേര്യമംഗലം വരെ എത്തുന്ന ഈ കാടിൻ്റെ ഉള്ളിൽ. ചില സ്ഥലങ്ങളിൽ വീതി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നന്നായി വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വളരെ ഡേഞ്ചറായിട്ടാണ് ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ പല സ്ഥലങ്ങളും ഇടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി വാഹനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ വളരെ ഭീകരാവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടത്തോട്ടൊന്ന് കുറച്ചും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ വൻ ഗർത്തത്തിലേക്ക് വാഹനങ്ങൾ പതിക്കും. ഇതിന് പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ താഴ്വശങ്ങളൊക്കെ കെട്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഇവർ വർക്ക് നടത്തുന്നുണ്ട്. അത് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പേടി കൂടാതെ ഇതിലൂടെ കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ. ഒരുപാട് ആക്സിഡൻറ്റുകൾ നടന്ന ഒരു ഏരിയകളിലൊക്കെ അവർ റിബൺ വലിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ റിബണും ഇതുപോലത്തെ തട വച്ചേക്കുന്നതൊക്കെ എത്രമാത്രം ഫലപ്രദമാണെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഇതിലൂടെ മധുരയ്ക്ക് പോകുന്ന വാഹനങ്ങൾ, കൊച്ചിയിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന വാഹനങ്ങൾ, അതുപോലെ മധുരയിൽ നിന്ന് കൊച്ചിയിലോട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന ഒരു വലിയ വഴി തന്നെയാണ്. ഇപ്പോഴാണ് ഇതിൻ്റെ വർക്കുകൾ പുനരാരംഭിക്കുന്നത്. നേരത്തെ ഇതിലും ചെറിയ പാതകളായിരുന്നു. ഇതിലൂടെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കായാലും കൂടുതൽ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനിയും ഒരുപാട് വാഹനങ്ങൾ ഇഷ്യൂ ചെയ്യണം. ഓരോ മാസവും ഷോറൂമിൽ നിന്നും പുറത്തിറങ്ങുന്ന വാഹനങ്ങൾ ഇരട്ടിയാണ്. കൊറോണയ്ക്ക് ശേഷം പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന ഒരാവശ്യം എല്ലാവർക്കും കൂടിയതുകൊണ്ട് ഇപ്പോഴും ഒരുപാട് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം തന്നെ ഈ റോഡുകളിൽ കൂടിയൊക്കെ കടന്നു പോകാനുള്ളതാണ്. കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളുണ്ട്. അത് എല്ലാം പണി പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഒരുപക്ഷെ നല്ല രീതിയിൽ റോഡുകളിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഈ പാതകളൊക്കെ കാണുമ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിലൂടെ പോകുന്ന ഡ്രൈവർമാരെല്ലാം നല്ല പ്രഗത്ഭന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യതയോടുകൂടിയും വളരെ പരിജ്ഞാനത്തോടും കൂടി തന്നെയാണ് ഇതിലൂടെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം ഇനി വർക്ക് നടത്താനുള്ള ഏരിയകളാണ്. ഇതിലൂടെ എല്ലാം മൃഗങ്ങളുടെ ശല്യം മറ്റും കാരണം കൊണ്ടായിരിക്കാം ഒരു വർക്കിന് താമസം വരുന്നത്. എന്നിരുന്നാലും ദേശീയപാതയുടെ പണികളെല്ലാം പൂർത്തീകരിക്കുന്നതോടുകൂടി വളരെ നല്ല രീതിയിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനായിട്ട് ദേശീയ അതോറിറ്റി വലിയ ഫണ്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. മൂന്നാറിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം ഞായറാഴ്ച വളരെയധികം കൂടിയിരിക്കുന്നു. ആനകളുടെയും മറ്റ് ശല്യം കുറവായതിനാൽ ഈ ഭാഗങ്ങളിൽ റോഡുകളിൽ വാഹനങ്ങളുള്ള സമയത്തൊന്നും ആനകളൊന്നും കടന്നു വരാറില്ല. ഇതിപ്പം നേര്യമംഗലം വനത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല, വളരെ ഡ്രൈ ആയിട്ട് കിടക്കുന്നു. വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന ദേശീയപാതയുടെ ഈ ലെഫ്റ്റ് സൈഡ് ഇത്രയും പെട്ടെന്ന് മുഴുവൻ പൂർത്തീകരിച്ചില്ല എങ്കിൽ വളരെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ. ഇവിടെ നേരത്തെ ചെറിയ റോഡുകളായിരുന്നു, ഇപ്പോൾ എല്ലാം പണി പൂർത്തീകരിച്ചു.